ഹലോ നമസ്കാരം കൂട്ടുകാരെ. യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന സിലബസ് വൈസ് ഉള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമോ എന്നുള്ളൊരു സംശയം കാണും അല്ലേ? തീർച്ചയായിട്ടും കാണും. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞ 2021 നടന്ന LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻസും ഉണ്ട്, നമുക്ക് ഇന്ന് പഠിക്കാനുള്ള SCERT പാഠഭാഗവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള 5-6 മാർക്കിന് ചോദിച്ചിട്ടുള്ള 6 മാർക്കിനാണ് കേട്ടോ, 5 മാർക്കിനും കൂടെ അല്ല, 6 മാർക്കിന് ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ അത്തരം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് ഒന്ന് പരിചയപ്പെടുത്താനും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം എന്ന് അറിയിക്കാനും കൂടിയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. 27/11/2021 നടന്ന LGS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നോക്കാം. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടേബിളൊക്കെ പഠിച്ചു അല്ലേ? 2011 കണക്ക് പ്രകാരം ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യതയുടെ ശതമാനം: പ്രാഥമിക മേഖല 53.2%, ദ്വിതീയ മേഖല 21.5%, തൃതീയ മേഖല 25.3%, ഇങ്ങനെ ഒരു ടേബിൾ പഠിച്ചിരുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പ്രാഥമിക മേഖലയിൽ തൊഴിൽ ലഭ്യത കുറഞ്ഞു വരുന്നു, തൃതീയ മേഖലയിൽ തൊഴിൽ ലഭ്യത കൂടി വരുന്നു എന്നുള്ള പോയിന്റ്സ് പഠിച്ചു അല്ലേ? അപ്പം ആ ഒരു പോയിന്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും തൊഴിൽ ലഭ്യത കൂടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നു എന്ന് മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തതേത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് അല്ലേ? അപ്പോൾ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം ഭക്ഷ്യോൽപാദനത്തെ ബാധിക്കും, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, ഇവയെല്ലാം ഭക്ഷ്യോൽപാദനത്തെ ബാധിക്കും. എന്നാൽ കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും എന്തിനു ബാധിക്കില്ല? ഭക്ഷ്യോൽപാദനത്തെ ബാധിക്കില്ല. അപ്പോൾ അത്തരമൊരു ചോദ്യം. അടുത്തത് നോക്കൂ. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനു സൂചിപ്പിക്കുന്നു എന്നതാണ് ചോദ്യം. എന്താണ് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് എന്നാൽ എന്താണ്? സാധനങ്ങളും അതുപോലെ സേവനങ്ങളും വർദ്ധിച്ചാൽ എന്ത് വളരും? സാമ്പത്തിക വളർച്ച ഉണ്ടാവും അല്ലേ? സാമ്പത്തിക വളർച്ച ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പോൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഇത് കാണാം. ഓക്കെ, അടുത്ത് നോക്കൂ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഏത് സമ്പദ് വ്യവസ്ഥയാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഏതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്തത്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത്? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാണ് ആ ഭക്ഷ്യസുരക്ഷാ പദ്ധതി? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് മാസം 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ അന്നയോജന എന്നറിയപ്പെടുന്ന AAY. ക്ലിയർ ആണോ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോക്കൂ, ഇത്തരം മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരും എന്നുള്ളത് നിങ്ങളെ ബോധിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളുമായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ പ്രയാസമേറിയ ഒരു പോർഷനാണ്, പക്ഷെ നമ്മൾ കുറച്ചായിട്ടെങ്കിലും ഇത് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. കാരണം കുറച്ച് പാഠഭാഗങ്ങളേ ഉള്ളൂ, അത് വൃത്തിയായി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. നോക്കൂ, 8ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠമാണ് സമ്പദ് ശാസ്ത്ര ചിന്തകൾ. നോക്കാം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. എന്താണ്? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് of the nation
ആരുടെ ഗ്രന്ഥമാണ്? ആരുടെ ഗ്രന്ഥമാണ്? ആഡം സ്മിത്തിന്റെ ഗ്രന്ഥമാണ്. എന്താണ് ആഡം സ്മിത്തിന്റെ ഗ്രന്ഥം? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. ക്ലിയർ ആണോ? അടുത്തത്, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ലെസേ ഫെയർ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആഡം സ്മിത്ത് ആണ്. നോക്കൂ, ആഡം സ്മിത്തിന്റെ ഒരു സിദ്ധാന്തമുണ്ട്. എന്താണ്? ലെസേ ഫെയർ സിദ്ധാന്തം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടൽ പരിമിതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രൈവറ്റ് മേഖലകൾ അല്ലേ ഉയർന്നു വരണം. അതിൽ ഒരു തരത്തിലും സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടൽ കൂടുതൽ ഉണ്ടാവരുത്. അവർക്ക് ആ ഒരു പ്രൈവറ്റ് മേഖലകൾ വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം നൽകണം. അവർക്ക് വിവിധ മേഖലകളിൽ അവർ ചെയ്യാനുള്ള കാര്യങ്ങളിൽ കൈകടത്തരുത്, ഗവൺമെന്റ് കൈകടത്തരുത് എന്നൊക്കെയാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. അതാണ് ലെസേ ഫെയർ സിദ്ധാന്തം. എന്താണ്? ലെസേ ഫെയർ സിദ്ധാന്തം. ക്ലിയർ ആണോ? അപ്പൊ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ലെസേ ഫെയർ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആഡം സ്മിത്ത് ആണ്. അടുത്തത്, മൂലധനം. മൂലധനം അഥവാ ഡസ് ക്യാപിറ്റൽ എന്ന കൃതി രചിച്ചത് കാൾ മാർക്സ് ആണ്. എന്താണ്? കാൾ മാർക്സിന്റെ കൃതി ഏതാണ്? മൂലധനം അല്ലെ. കാൾ മാർക്സിന്റെ കൃതിയാണ് മൂലധനം. നോക്കൂ, സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ്. അടുത്തത്, ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം കൊടുത്ത സാമ്പത്തിക വിദഗ്ധനാണ് കാൾ മാർക്സ്. അപ്പൊ കാൾ മാർക്സ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം കൊടുത്ത സാമ്പത്തിക വിദഗ്ധനാണ് ആര്? കാൾ മാർക്സ്. ക്ലിയർ ആണോ? അടുത്തത്, അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്ന പ്രബന്ധം അവതരിപ്പിച്ചത് ലയണൽ റോബിൻസ് ആണ്. എന്താണ്? അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്ന പ്രബന്ധം അവതരിപ്പിച്ചത് ആരാണ്? ലയണൽ റോബിൻസ് ആണ്. ഓക്കെ. അടുത്തത്, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്ന ആശയം കൊണ്ടുവന്നത് പോൾ എ സാമുവൽസൺ ആണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്ന് ആശയം കൊണ്ടുവന്നതാരാണ്? പോൾ എ സാമുവൽസൺ ആണ്. നോക്കൂ, ഇത് കുറേ തവണ നമ്മൾ വായിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ക്ലിയർ ആണോ? അടുത്ത എന്താ പറയുന്നത്? അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ്? ചാണക്യൻ അല്ലെ. കൗടില്യൻ എന്നറിയപ്പെടുന്ന ചാണക്യനാണ് അർത്ഥശാസ്ത്രം രചിച്ചത്. അടുത്തത്, ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാബായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. നിരവധി ചോദ്യപേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ. അപ്പൊ അടുത്തത്, ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഏതായിരുന്നു? ഹിന്ദ് സ്വരാജ്. 1909 പ്രസിദ്ധീകരിച്ച ഹിന്ദ് സ്വരാജ് ആണ് ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം. ക്ലിയർ ആണോ? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ആദ്യമായി അവതരിപ്പിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. അപ്പൊ ഹിന്ദ് സ്വരാജിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളാണ് ഹിന്ദ് സ്വരാജിൽ പ്രതിപാദിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ആദ്യമായി അവതരിപ്പിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. അടുത്തത്, ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഗാന്ധിജി. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഗാന്ധിജി. നോക്കൂ, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം PYQ ആണ്. ഓക്കെ. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ പിന്തുടർന്ന ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? JC കുമരപ്പ, ശ്രീമൻ നാരായൺ, ധരംപാൽ തുടങ്ങിയവരാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ പിന്തുടർന്ന ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ.
അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ പിന്തുടർന്ന ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരെല്ലാമാണ്? JC കുമരപ്പ, ശ്രീമൻ നാരായൺ ധരംപാൽ. ഏതൊക്കെയാണ്? JC കുമരപ്പ, ശ്രീമൻ നാരായൺ ധരംപാൽ. ക്ലിയർ ആണോ? 1998 സാമ്പത്തിക നൊബേൽ നേടിയ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. അപ്പൊ 1998 സാമ്പത്തിക നൊബേൽ ലഭിച്ചു. ആർക്ക്? അമർത്യ സെന്നിന്. ക്ലിയർ ആണോ? അടുത്തത്, ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് അമർത്യ സെൻ ആണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അമർത്യ സെൻ ആണ്. ബ്രിട്ടീഷ് ചൂഷണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് പ്രതിപാദിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരാണ് ദാദാഭായ് നവറോജി, അതുപോലെ രമേശ് ചന്ദ്ര ദത്ത് തുടങ്ങിയവർ. എന്താണ്? ബ്രിട്ടീഷ് ചൂഷണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ. ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്തു, അതുമൂലം നമ്മുടെ സാമ്പത്തികം എന്ന് പറയുന്നത് തകർക്കപ്പെട്ടു അല്ലെ. അത്തരം വിഷയങ്ങളെ കുറിച്ച് അവരുടെ കൃതികളിൽ പ്രതിപാദിച്ച സാമ്പത്തിക വിദഗ്ധർ ആരെല്ലാമാണ് എന്ന് ചോദിച്ചാൽ ആരെല്ലാമാണ്? ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത് തുടങ്ങിയവരാണ്. ക്ലിയർ ആണോ? ഈ ചോർച്ചാ സിദ്ധാന്തമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം ബ്രിട്ടീഷുകാർ നമ്മളെ ചൂഷണം ചെയ്ത് നമ്മളെ ഒന്നും ഇല്ലാതാക്കി, സാമ്പത്തികമായിട്ടും എല്ലാം എന്തായി, ഇവിടുന്ന് അവരുടെ രാജ്യത്തേക്ക് എല്ലാം കടത്തപ്പെട്ടു അല്ലെ, നമ്മളെ കൊള്ളയടിച്ചു. ഇത് പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് ചോർച്ചാ സിദ്ധാന്തം. ക്ലിയർ ആണോ? നോക്കൂ, ബ്രിട്ടീഷ് ചൂഷണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് പ്രതിപാദിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരാണ് ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത് തുടങ്ങിയവർ. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഇതിൽ കുറേ സാമ്പത്തിക വിദഗ്ധരെ കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അത്രയും ആളുകളുടെ പേരുകൾ റിപ്പീറ്റ് ചെയ്ത് ഒരു നോട്ടിലെങ്കിലും എഴുതി പഠിക്കാനെങ്കിലും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്നത് ആരുടെ കൃതിയാണ്? ആഡം സ്മിത്തിന്റെ കൃതിയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ലെസഫെയർ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആഡം സ്മിത്ത് ആണ്. മൂലധനം എന്ന കൃതി രചിച്ചത് കാൾ മാർക്സ് ആണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം കൊടുത്ത സാമ്പത്തിക വിദഗ്ധനാണ് കാൾ മാർക്സ്. അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്ന പ്രബന്ധം അവതരിപ്പിച്ചത് ലയണൽ റോബിൻസ് ആണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്ന ആശയം കൊണ്ടുവന്നത് പോൾ എ സാമുവൽസൺ ആണ്. അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യൻ. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ദാദാഭായ് നവറോജി. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമാണ് ഹിന്ദു സ്വരാജ് 1909. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ആദ്യമായി അവതരിപ്പിച്ച പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ പിന്തുടർന്ന ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് JC കുമരപ്പ, ശ്രീമൻ നാരായൺ ധരംപാൽ. 1998 സാമ്പത്തിക നൊബേൽ നേടിയ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ഉപജ്ഞാതാവാണ് അമർത്യ സെൻ. ബ്രിട്ടീഷ് ചൂഷണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് പ്രതിപാദിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാണ് ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത് തുടങ്ങിയവർ. ക്ലിയർ അല്ലേ? നോക്കൂ, അടുത്തത് 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും നോക്കാം. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യണമെന്ന് ചർച്ച ചെയ്ത INC സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്ത INC സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ സമിതി, അതായത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1938 ചോദിച്ചിട്ടുണ്ട്. എന്താണ് പ്ലാനിംഗ് കമ്മിറ്റി അഥവാ ആസൂത്രണ സമിതി? ആസൂത്രണ കമ്മീഷൻ അല്ല, ആസൂത്രണ സമിതി രൂപീകരിച്ചത് എപ്പോഴാണ്? 1938.
അപ്പം നമ്മളെ ബ്രിട്ടീഷുകാരെ ഒരുപാട് ചൂഷണം ചെയ്ത് ഇന്ത്യയുടെ വികസനം മൊത്തം മുരടിച്ചു അല്ലേ. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വികസനം സാധ്യമാക്കുക, സാമ്പത്തിക വികസനം സാധ്യമാക്കുക എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഏത് സമ്മേളനം? കറാച്ചി സമ്മേളനം 1931. അതിൻ്റെ ഫലമായി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കപ്പെട്ടു. ഏതാ വർഷം? 1938. ക്ലിയർ അല്ലേ? റിവൈസ് ചെയ്താലോ? ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്ത INC സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ദേശീയ ആസൂത്രണ സമിതി അഥവാ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1938. നോക്കൂ, അടുത്തത് ഒരു സംഘം വ്യവസായികൾ ചേർന്ന് ബോംബെ പ്ലാൻ തയ്യാറാക്കി. അത് ഏതാ വർഷം? 1944. ഒരു സംഘം വ്യവസായികൾ ചേർന്ന് ബോംബെ പ്ലാൻ തയ്യാറാക്കി. വർഷം 1944. ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ രൂപീകരിച്ചത് MN റോയ് ആണ്. 1945. വർഷവും ചേർത്തി പഠിക്കണേ. 1945 ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പീപ്പിൾസ് പ്ലാൻ തയ്യാറാക്കിയത് ആരാണ്? MN റോയ് ആണ്. സർവോദയ പ്ലാൻ രൂപീകരിച്ചത് ജയപ്രകാശ് നാരായൺ. 1950 സർവോദയ പ്ലാൻ രൂപീകരിച്ചത് ജയപ്രകാശ് നാരായൺ. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948. ക്ലിയർ ആയോ? ഇത്രയും വർഷങ്ങളൊന്ന് ചേർത്തി പഠിക്കണേ. ഒരു സംഘം വ്യവസായികൾ ചേർന്ന് ബോംബെ പ്ലാൻ തയ്യാറാക്കി. വർഷം 1944. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പീപ്പിൾസ് പ്ലാൻ രൂപീകരിച്ചത് 1945 MN റോയ് ആണ്. സർവോദയ പ്ലാൻ രൂപീകരിച്ചത് 1950 ജയപ്രകാശ് നാരായണനാണ്. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948. അടുത്തത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. അടുത്തത് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? M വിശ്വേശ്വരയ്യ. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? വളർച്ച, തുല്യത, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ് വളർച്ച, തുല്യത, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യ സ്വീകരിച്ച ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യ സ്വീകരിച്ച ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ജവഹർലാൽ നെഹ്റു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ബക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടന വേളയിൽ പറഞ്ഞ വാക്കുകളാണിവ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏതാ വർഷം? 1951 മുതൽ 56 വരെ ഊന്നൽ നൽകിയ മേഖലയാണ് കാർഷിക മേഖല. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 to 56 ഊന്നൽ നൽകിയ മേഖല കാർഷിക മേഖല. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 to 61 ഊന്നൽ നൽകിയ മേഖല വ്യാവസായിക മേഖല. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 to 66 ഊന്നൽ നൽകിയത് ഭക്ഷ്യ സ്വയം പര്യാപ്തത. മൂന്നെണ്ണം നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 to 56 കാർഷിക മേഖല. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 to 61 വ്യാവസായിക മേഖല. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 to 66 ഭക്ഷ്യ സ്വയം പര്യാപ്തത. ക്ലിയർ അല്ലേ?
അടുത്തത് നോക്കാം. കാർഷിക രംഗത്ത് 2 ഘട്ടങ്ങളിലായി നടന്ന പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. കാർഷിക രംഗത്ത് 2 ഘട്ടങ്ങളായി നടന്ന പുരോഗതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഏതെല്ലാം ഘട്ടമാണ്? ഒന്നാം ഘട്ടം 1960-70, രണ്ടാം ഘട്ടം 1970-80. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും നേട്ടം കൈവരിച്ചത് ഏത് വിളകളുടെ ഉൽപാദനത്തിലാണ്? നെല്ല്, ഗോതമ്പ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും നേട്ടം കൈവരിച്ചത് ഏത് വിളകളുടെ ഉൽപാദനത്തിലാണ്? നെല്ല്, ഗോതമ്പ്. ധവള വിപ്ലവം എന്നറിയപ്പെടുന്നത് പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ്. ധവള വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീല വിപ്ലവം മത്സ്യോൽപാദനം. നീല വിപ്ലവം മത്സ്യോൽപാദനം. നോക്കാം അടുത്തത്. പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി 73-ാം ഭരണഘടനാ ഭേദഗതിയാണ്. പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? 73-ാം ഭരണഘടനാ ഭേദഗതി. 1992 പാർലമെന്റ് പാസാക്കി 1993 നിലവിൽ വന്ന ഭേദഗതിയാണ് 73-ാം ഭേദഗതി. ക്ലിയർ അല്ലേ? നഗരപാലികാ സംവിധാനം നടപ്പിലാക്കിയ ഭേദഗതിയാണ് 74-ാം ഭേദഗതി. നഗരപാലികാ സംവിധാനം നടപ്പിലാക്കിയ ഭേദഗതി 74-ാം ഭേദഗതി. 1992 പാർലമെന്റ് പാസാക്കി 1993 നിലവിൽ വന്നു. അപ്പോൾ പാർലമെന്റ് പാസാക്കിയത് എപ്പോഴാണെന്നും നിലവിൽ വന്നത് എന്നാണെന്നും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആണ്? അപ്പം നഗരപാലികാ സംവിധാനം നടപ്പിലാക്കിയ ഭേദഗതി ഏതാണ്? 74-ാം ഭേദഗതിയാണ്. 1992 പാർലമെന്റ് പാസാക്കി 1993 നിലവിൽ വന്നു. അപ്പോൾ 2 നിയമവും, അതായത് പഞ്ചായത്തി രാജും നഗരപാലികാ നിയമവും നിലവിൽ വന്നത് 93-ലും പാർലമെന്റ് പാസാക്കിയത് 92-ലുമാണെന്ന് ഓർത്തിരിക്കുക. പഞ്ചായത്തി രാജ് 73-ാം ഭേദഗതി, നഗരപാലികാ നിയമം 74-ാം ഭേദഗതിയാണെന്നും ഓർത്തിരിക്കുക. അടുത്തത്, വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 9-ാം പഞ്ചവത്സര പദ്ധതിയാണ് വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കിയത്. അത് നമ്മൾ വഴിയെ പഠിക്കും, പഞ്ചവത്സര പദ്ധതികൾ. ഓക്കെ, അപ്പം വികേന്ദ്രീകൃത ആസൂത്രണം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 9-ാം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ പഞ്ചായത്തിലെ 3 തലങ്ങൾ, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾക്കൊള്ളുന്നതാണ്. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ പഞ്ചായത്തിലെ 3 തലങ്ങളാണുള്ളത്. ഏതെല്ലാമാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. വികേന്ദ്രീകൃത ആസൂത്രണത്തിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകമാണ് ഗ്രാമസഭ. അപ്പം എന്താണ്? വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഘടകം ഏതാണ്? ഗ്രാമസഭ. ക്ലിയർ ആണോ? അടുത്തത്, ആസൂത്രണ കമ്മീഷനു പകരം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. എന്താണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അല്ലേ? ഒരു തവണ ചോദിച്ചിട്ടുണ്ടല്ലേ. എന്താണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. ഓക്കെ, ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം കേട്ടോ. ഒരു സംഘം വ്യവസായികൾ ചേർന്ന് ബോംബെ പ്ലാൻ തയ്യാറാക്കി 1944. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പീപ്പിൾ പ്ലാൻ രൂപീകരിച്ചത് MN റോയാണ് 1945. സർവോദയ പ്ലാൻ രൂപീകരിച്ചത് ജയപ്രകാശ് നാരായൺ 1950. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, അതായത് പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് M വിശ്വേശ്വരയ്യ. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ വളർച്ച, തുല്യത, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യ സ്വീകരിച്ച ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്.
ബക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടന വേളയിൽ. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-56 ഊന്നൽ നൽകിയ മേഖല കാർഷിക മേഖല. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956-61 ഊന്നൽ നൽകിയ മേഖല വ്യവസായ മേഖല. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961-66 ഊന്നൽ നൽകിയത് ഭക്ഷ്യ സ്വയം പര്യാപ്തത. കാർഷിക രംഗത്ത് 2 ഘട്ടങ്ങളായി നടന്ന പുരോഗതിയാണ് ഹരിത വിപ്ലവം. ഒന്നാം ഘട്ടം 1960-70, രണ്ടാം ഘട്ടം 1970-80. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും നേട്ടം കൈവരിച്ചത് ഏത് വിളകളുടെ ഉൽപാദനത്തിലാണ്? നെല്ല്, ഗോതമ്പ്. ധവള വിപ്ലവം പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീല വിപ്ലവം മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. 1992 പാർലമെന്റ് പാസാക്കി 1993 നിലവിൽ വന്നു. നഗരപാലികാ സംവിധാനം നടപ്പിലാക്കിയ ഭേദഗതിയാണ് 74-ാം ഭേദഗതി. 1992 പാർലമെന്റ് പാസാക്കി 1993 നിലവിൽ വന്നു. വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ പഞ്ചായത്തിലെ 3 തലങ്ങളാണുള്ളത്: ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഘടകമാണ് ഗ്രാമസഭ. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നമ്മൾ പറഞ്ഞു ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. അതുപോലെ തന്നെ നീതി ആയോഗിന്റെ അധ്യക്ഷനും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. നീതി ആയോഗിന്റെ ഭരണസമിതി എന്ന് പറയുന്നത് അധ്യക്ഷൻ, മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിരം അംഗങ്ങൾ, 2 പാർട്ട് ടൈം അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവർ ചേർന്നതാണ്. അതായത് നീതി ആയോഗിന്റെ ഭരണസമിതി ഉണ്ടല്ലോ, അതിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ ആരെല്ലാമാണ് എന്ന് പഠിച്ചിരിക്കുക. കാരണം ഇത് അല്ലാത്തതാര് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആരെല്ലാമാണ് നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ ഉൾപ്പെടുന്നത്? 1 അധ്യക്ഷൻ. ആരാണ് അധ്യക്ഷൻ? പ്രധാനമന്ത്രി. 2 മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ. അപ്പോൾ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. സ്ഥിരം അംഗങ്ങൾ, 2 പാർട്ട് ടൈം അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവർ അടങ്ങിയതാണ് നീതി ആയോഗിന്റെ ഭരണസമിതി. ക്ലിയർ ആണോ? പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത്. അപ്പോൾ ഈ താൽക്കാലിക അംഗങ്ങൾ ആരെല്ലാമാണ്? പ്രധാന സർവകലാശാലകളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലെയും ഉള്ള അംഗങ്ങളെയാണ് താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നത്. ക്ലിയർ ആണോ? അടുത്തത്, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ. അപ്പോൾ കേന്ദ്രത്തിലുള്ള 4 മന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായിട്ട് അവിടെ വരുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. ക്ലിയർ ആണോ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. നോക്കാം അടുത്തത് പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതികൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്? പഞ്ചവത്സര പദ്ധതികൾ. അപ്പോൾ അതിൻ്റെ കാലയളവ്, ലക്ഷ്യം എല്ലാം വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56. 1951-56. ലക്ഷ്യം എന്താണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956-61. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956-61. വ്യാവസായിക വികസനം അല്ലെങ്കിൽ വ്യാവസായിക മുന്നേറ്റമാണ് ലക്ഷ്യം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961-66. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. നാലാമത്തെ പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെയാണ്. നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെ. എന്തു പറ്റി? 2 വർഷം? 2 വർഷം അവിടെ ഇല്ല അല്ലേ?
മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 61 ടു 66 ആയിരുന്നു. അടുത്തത് എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 66 സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? 66 ടു 67, 67 ടു 68, ഇങ്ങനെ 2 വർഷങ്ങൾ അവിടെ ഇല്ല. ഏത് കഴിഞ്ഞിട്ട്? 3 കഴിഞ്ഞിട്ട്. നോട്ട് ചെയ്ത് വെക്കുക. പറയാം, വഴിയെ പറയാം. ഓക്കെ, അപ്പൊ നാലാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1969 ടു 74 എന്താണ് അതിൻ്റെ ലക്ഷ്യം? സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. അടുത്തത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ് 74 ടു 79. ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എന്ത്? ഈ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് 6ാം പഞ്ചവത്സര പദ്ധതി 1980 ടു 85. നോക്കൂ, അതിലൊരു വർഷം മിസ്സല്ലേ? കാരണം 5ാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത് എപ്പോഴാണ്? 79ലാണ്. അപ്പോൾ 6 എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? 79 ടു 80 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ 6ാം പഞ്ചവത്സര പദ്ധതി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 1980 ടു 85. അപ്പോൾ അതിലൊരു വർഷം മിസ്സാണ്. 79 ടു 80 ഒരു വർഷം മിസ്സാണ്. 5ാം പദ്ധതി കഴിഞ്ഞിട്ട് ഒരു വർഷം മിസ്സാണ്. നോട്ട് ചെയ്ത് വെക്കുക. പറയാം. അടുത്ത ഈ നമ്മൾ എന്താ പറഞ്ഞ 6ാം പഞ്ചവത്സര പദ്ധതി 1980 ടു 85. ലക്ഷ്യം എന്താണ്? കാർഷിക വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ക്ലിയർ ആണ്? അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതി 1985 ടു 90. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, ഇവയാണ് ലക്ഷ്യം. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ക്ലിയർ ആണോ? നോക്കൂ, അടുത്തത് 8ാം പദ്ധതി, 8ാമത്തെ പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 97 വരെ. അവിടെ മിസ്സല്ലേ? നോക്കൂ, 90ൽ അവസാനിച്ചു 7ാം പദ്ധതി. അപ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 90 ടു 91, 91 ടു 92, ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 7ാമത്തെ പദ്ധതി കഴിഞ്ഞിട്ട് 2 വർഷം അവിടെ മിസ്സാണ്. നമുക്ക് 8ാം പദ്ധതി എന്താ പറയുന്നത്? 1992 മുതൽ 97 വരെയാണ്. മാനവശേഷി വികസനമാണ് 8ാം പഞ്ചവത്സര പദ്ധതി. ക്ലിയർ ആണോ? അടുത്തത് 9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെയുള്ള പദ്ധതിയാണ്. ലക്ഷ്യം എന്താണ്? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണം. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? വികേന്ദ്രീകൃത ആസൂത്രണം ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 9ാം പദ്ധതി. ക്ലിയർ ആണോ? അപ്പോൾ അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയുള്ള പദ്ധതിയാണിത്. എന്താണ് ലക്ഷ്യം? മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ. അടുത്തത് 11ാം പദ്ധതി 2007 മുതൽ 2012 വരെയുള്ള പദ്ധതിയാണ്. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. അടുത്തത് 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 17 വരെയുള്ള കാലയളവ്. എന്താണ് ലക്ഷ്യം? സുസ്ഥിര വികസനം ചോദിച്ചിട്ടുണ്ട്. സുസ്ഥിര വികസനം. അപ്പോൾ 12ാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനമാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. 3ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞതിന് ശേഷം 2 വർഷം ഗ്യാപ്പ് ഉണ്ട്. അടുത്തത് 5ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് 1 വർഷം ഗ്യാപ്പ് ഉണ്ട്. അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് വീണ്ടും 2 വർഷം ഗ്യാപ്പ് ഉണ്ട്. പഞ്ചവത്സര പദ്ധതികൾക്കിടയിൽ ഒരു കാലയളവ് അനുഭവപ്പെട്ടു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക, ഹരിത വിപ്ലവം പോലുള്ള കാര്യങ്ങൾ, റോളിംഗ് പ്ലാന് ഒക്കെ വന്നത് ഈ കാലയളവിലാണ്. ഈ 1ഉം 2ഉം വർഷം ഗ്യാപ്പുള്ള ആ കാലയളവിലാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല, എങ്കിൽ കൂടെയും അത് അറിഞ്ഞിരിക്കുക. പിന്നെ ഇനി എന്താ നമ്മൾ ഒന്നുകൂടെ ഒന്ന് തറവാക്കണം അല്ലേ? നോക്കാം. എന്നോട് കൂടെ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. 1951 ടു 56 1ാം പഞ്ചവത്സര പദ്ധതി എന്താണ് ലക്ഷ്യം? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം അല്ലെ? 2ാം പഞ്ചവത്സര പദ്ധതി വ്യവസായ പദ്ധതി എന്നറിയപ്പെടുന്നു അല്ലെ? വ്യാവസായിക വികസനം. വർഷം 1956 ടു 61. 3ാം പഞ്ചവത്സര പദ്ധതി 61 ടു 66 ഭക്ഷ്യസ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. എന്താണ് ഭക്ഷ്യസ്വയം പര്യാപ്തത? നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുക? ഉൽപ്പാദിപ്പിക്കുക അല്ലെ? അതാണ് ഭക്ഷ്യസ്വയം പര്യാപ്തത. ക്ലിയർ ആണോ? ഓക്കെ, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ക്ലിയർ അല്ലേ?
ഓക്കെ, അടുത്തത് 4-ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഗ്യാപ്പ് ഉണ്ട്, 2 വർഷം ഗ്യാപ്പ് ഉണ്ട്, അത് നിങ്ങൾ എണ്ണിക്കോളൂ. 66 ടു 67, 67 ടു 68 കഴിഞ്ഞു. അടുത്തത് 69 മുതൽ 74 വരെ. എന്താണ് ലക്ഷ്യം? സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയായി നമുക്ക്, അല്ലെ, നമ്മൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഓക്കെ, സ്ഥിരതയോട് ഇനി എന്ത് ചെയ്യണം? നമ്മൾ സ്ഥിരമായിട്ട് ആ രീതിയിൽ തന്നെ മുന്നേറണം, അല്ലെ. സ്ഥിരതയോടുകൂടിയ വളർച്ച, പിന്നെ സ്വാശ്രയത്വം, നമ്മൾ ആരെയും ആശ്രയിക്കാതെ നമ്മൾ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി അപ്പോൾ 4-ാമത്തെ പദ്ധതിയുടെ 4-ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം മനസ്സിലായില്ലേ? സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. അടുത്തത് 5-ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെ. ഓക്കെ, നമ്മൾ സ്ഥിരതയോടുകൂടി വളർച്ച ആരംഭിച്ചു. സ്വാശ്രയത്വമാണ്, നമ്മൾ നമ്മളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമുക്ക് എന്തിന് കഴിഞ്ഞു? ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞു, അല്ലെ, ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിഞ്ഞു. ഓക്കെ, അടുത്തത് വരാം 6-ാം പഞ്ചവത്സര പദ്ധതി 1988 ടു 85. എന്തുകൊണ്ടാണ്? 5 കഴിഞ്ഞ് ഒരു വർഷം ഗ്യാപ്പ് വന്നു. 79 ടു 80 ഇല്ല, അടുത്തത് 80 ടു 85. അതിലെന്താ പറയുന്ന ലക്ഷ്യം? കാർഷിക വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ദാരിദ്ര്യമൊക്കെ തുടച്ചു നീക്കി, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? കാർഷിക വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തണം, അല്ലെ. കാർഷിക വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തണം. അടുത്തത് 7-ാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 90 വരെ. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. അങ്ങനെ നമ്മൾ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിയത് കൊണ്ട് തന്നെ തൊഴിലവസരങ്ങൾ ഒരുപാട് സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ആധുനികവൽക്കരണം, നമ്മൾ പുതിയ ടെക്നോളജിയൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, അങ്ങനെ ആധുനികവൽക്കരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 7-ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. അടുത്ത് 7 കഴിഞ്ഞ ഒരു വർഷം ഗ്യാപ്പ് ഉണ്ട്. 90 ടു 91 ഇല്ല. അടുത്തത് 8-ാം പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് 92 ടു 97. എന്താണ്? മാനവശേഷി വികസനം. മാനവശേഷി വികസനം, ഒരു മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും വികസിപ്പിച്ച് കൊണ്ടുവരണം, അല്ലേ. പിന്നെ അതുപോലെ ആ കഴിവുകൾ എന്തിൽ പ്രയോജനപ്പെടുത്തണം? നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും മറ്റു വികസനങ്ങൾക്കും പ്രയോജനപ്പെടുത്തണം. അപ്പം മാനവശേഷി വികസനം 8. അടുത്തതോ 9, 97 മുതൽ 2002 വരെയാണ് കാലയളവ്. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണം. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗ്രാമങ്ങൾ മുതൽ എന്ത് ചെയ്യണം? ഡെവലപ്മെൻറ്റ് തുടങ്ങി. ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? വികസനം ആരംഭിക്കണം. അതിൻ്റെ ഭാഗമായി വികേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. എന്താണ് വികേന്ദ്രീകൃത ആസൂത്രണം? നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? പഞ്ചായത്ത്, പിന്നെന്താ പറഞ്ഞ 3 തലങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ 3 തലങ്ങളിലേക്കും എന്താണ്? നമ്മുടെ വികസനം വ്യാപിപ്പിക്കണം. അപ്പോൾ എല്ലായിടത്തും എന്തായി? വികസനമായി. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പദ്ധതിയായിരുന്നു എന്താ? 9-ാം പദ്ധതി. 9-ാം പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. അടുത്തത് 10-ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ നമ്മൾ ഈ മേഖലകളൊക്കെ എന്താണ്? വികസനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നിക്ഷേപിക്കണം? മൂലധനത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലേ. പൈസ ഇറക്കണം, അല്ലേ. മൂലധനം നിക്ഷേപം വർദ്ധിപ്പിക്കൽ. അപ്പോൾ 2002 ടു 2007 10-ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 10-ാം പഞ്ചവത്സര പദ്ധതി 2002 ടു 2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ. അടുത്തത് 11-ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയാണ്. എന്തായിരുന്നു ലക്ഷ്യം? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. അപ്പോൾ നമ്മൾ ഓരോ മേഖലകൾ മാത്രമല്ല, ഇപ്പോൾ ഗ്രാമങ്ങളിലും പിന്നെ ഈ പഞ്ചായത്തിലും എന്താ പറയുക, ജില്ലാ പഞ്ചായത്ത്, അല്ലേ, ബ്ലോക്ക് പഞ്ചായത്തൊക്കെ വന്നു. അത് കൂടാതെ എല്ലാ ജനങ്ങളിലും എത്തിക്കണം. എന്താ പറയുന്നത്? മുഴുവൻ ജനവിഭാഗങ്ങളിൽ എത്തിക്കണം എന്നുള്ള പദ്ധതിയാണ് 11-ാം പദ്ധതി. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് 11-ാം പഞ്ചവത്സര പദ്ധതി. ക്ലിയർ ആണോ? അടുത്തത് 12-ാം പഞ്ചവത്സര പദ്ധതി. 12-ാം പഞ്ചവത്സര പദ്ധതി 2012 ടു 2017 വരെയുള്ള കാലയളവാണ്. സുസ്ഥിര വികസനമാണ് ലക്ഷ്യം. സുസ്ഥിര വികസനം. എന്താണ് സുസ്ഥിര വികസനം? വരും തലമുറകൾക്ക് അവരുടെ ആവശ്യത്തിനുള്ള വിഭവങ്ങളുടെ ശേഷിയിൽ കുറവ് വരുത്താതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് നമ്മൾ പഠിച്ചു, അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ സുസ്ഥിര വികസനമാണ് 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. നോക്കാവുന്ന റിവൈസ് ചെയ്യാം. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി.
നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം എന്ന് നോക്കാം. അധ്യക്ഷൻ, മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, സ്ഥിരം അംഗങ്ങൾ, 2 പാർട്ട് ടൈം അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരടങ്ങുന്നതാണ് നീതി ആയോഗിന്റെ ഭരണസമിതി. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളായി നിയോഗിക്കുന്നത്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങൾ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അടുത്തത് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56, ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956-61, വ്യാവസായിക വികസനം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961-66, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. നാലാം പഞ്ചവത്സര പദ്ധതി 1969-74, സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974-79, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആറാം പഞ്ചവത്സര പദ്ധതി 1980-85, കാർഷിക വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ. ഏഴാം പഞ്ചവത്സര പദ്ധതി 1985-90, ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. എട്ടാം പഞ്ചവത്സര പദ്ധതി 1992-97, മാനവശേഷി വികസനം. ഒൻപതാം പഞ്ചവത്സര പദ്ധതി 1997-2002, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. പത്താം പഞ്ചവത്സര പദ്ധതി 2002-2007, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കൽ. 11ാം പഞ്ചവത്സര പദ്ധതി 2007-2012, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി 2012-2017, സുസ്ഥിര വികസനം. ക്ലിയർ ആണോ? അപ്പോൾ ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്